വാഹനാപകടത്തിൽ മരണപ്പെട്ടതിന് ശേഷമാണ് നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയെ കൂടുതൽ ആളുകളും തിരിച്ചറിയുന്നത്. ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത സ്നേഹവും അംഗീകാരങ്ങളും ഒക്കെ മരണത്തിന് ശേഷം സുധിക്ക് ലഭിച്ചു. അതുപോലെ സുധിയുടെ ഭാര്യ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഭർത്താവ് മരിച്ചതിന് ശേഷം അഭിനയം പ്രൊഫഷനാക്കിയതാണ് രേണു വിമർശിക്കപ്പെടാനുള്ള കാരണം. തുടക്കത്തിൽ വിമർശനങ്ങളായിരുന്നെങ്കിൽ പിന്നീടത് അധിക്ഷേപങ്ങൾക്കും ബോഡി ഷെയ്മിങ്ങിനുമാണ് വഴിയൊരുക്കിയത്. ആൽബങ്ങളിലും കവർ സോങ്ങിലുമൊക്കെ അഭിനയിച്ചത് ചൂണ്ടിക്കാണിച്ച് വെറും പരിഹാസമല്ല, ബോഡി ഷെയ്മിങ്ങും അധിക്ഷേപങ്ങളുമാണ് രേണുവിന് നേരിടേണ്ടി വരുന്നത്. മാസങ്ങളായി തുടരുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്രയധികം വിമർശിക്കപ്പെടാൻ രേണു എന്ത് കുറ്റം ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. ഈ വിഷയത്തിൽ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ പ്രിയ ഷൈൻ രേണുവിനെക്കുറിച്ച് എഴുതിയ കുറിപ്പാണ് വൈറലാവുന്നത്. മിമിക്രി ആർട്ടിസ്റ്റും സിനി ആർട്ടിസ്റ്റുമായ അനുഗ്രഹീത കലാകാരൻ സുധിയുടെ വിയോഗത്തിന് ശേഷം തൻ്റെ ജീവിതത്തെ കലയുടെ മേഖലയിലേക്ക് തിരിച്ചുവിട്ട് ഉപജീവനമാർഗം കണ്ടെത്തുന്ന സുധിയുടെ ഭാര്യ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലും അതോടൊപ്പം പ്രേക്ഷകർ ആ പെൺകുട്ടിയെ ആക്ഷേപവും പരിഹാസവും അവഹേളനവും ഒക്കെ നടത്തി അവരുടെ പ്രജ്ഞ മരവിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറേ നാളായി കാണുന്നു. സുധി എന്ന കലാകാരൻ്റെ ദാരിദ്ര്യാവസ്ഥയിൽ സുധിയുടെ ജീവിത പങ്കാളിയായെത്തിയ ഈ പെൺകുട്ടി സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള കിച്ചു എന്ന കുട്ടിയെ സ്വന്തം മകനായി കണ്ടു വളർത്തി ഒരു ഉത്തമ കുടുംബിനിയായി സുധിക്ക് താങ്ങും തണലുമായി നിന്ന സമയങ്ങളിൽ ഈ പെൺകുട്ടി ചെയ്ത നല്ല കാര്യങ്ങളെ മീഡിയക്കാരോ പ്രേക്ഷകരോ പൊതുസമൂഹമോ ആരും കണ്ടറിഞ്ഞില്ല. കാരണം സ്ത്രീ എന്നും ശബ്ദമില്ലാത്തവളായ അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ ശിഷ്ടകാലം ജീവിച്ച് തീർക്കണമെന്നാണ് അലിഖിത നിയമം. സ്റ്റേജ് ഷോകളിൽ തൻ്റെ പൊന്നുമകനെ സ്റ്റേജിന് പിറകിൽ നിലത്ത് തുണി വിരിച്ചു കിടത്തി ഉറക്കിയതിനു ശേഷം സ്റ്റേജിൽ കയറിയിരുന്ന സുധി എന്ന കലാകാരൻ്റെ ദയനീയാവസ്ഥയും പ്രസ്തുതം ആരും അറിഞ്ഞിട്ടില്ല. തൻ്റെ പൊന്നുമകന് ഒരമ്മയെ കിട്ടിയപ്പോൾ ആ അമ്മയുടെ കൈകളിൽ മകനെ ഏൽപ്പിച്ച് ആശ്വാസത്തോടെ സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്ക് പോയ സുധിയുടെ മാനസികാവസ്ഥയും ആരും കണ്ടില്ല. തൻ്റെ ഭർത്താവിൻ്റെ വിയോഗാർത്ഥം തൻ്റെ പാഷനായിരുന്ന അഭിനയത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇറങ്ങി തൻ്റെ മക്കൾക്ക് തണലേകുന്ന രേണുവിനെ പരസ്യാധിക്ഷേപങ്ങൾ നടത്തുന്നവർ എലിസബത്ത് ഉദയൻ മുതൽ ഹേമ കമ്മിറ്റിയുടെ ഭാഗഭാക്കായ സ്ത്രീകളുടെ പ്രരോദനങ്ങളും വിഷമങ്ങളും ആരും കണ്ടറിഞ്ഞ് അവർക്ക് ആശ്വാസം പകരാൻ ശ്രമിച്ചതുമില്ല. സ്ത്രീയായ രേണുവിനെ കണ്ടാൽ ട്രാൻസ്ജെൻഡറിനെ പോലെയുണ്ട് എന്ന് പരിഹസിക്കുന്നവരെ ഒരു നിമിഷം. ട്രാൻസ്ജെൻഡറുകൾക്ക് എന്താണ് കുഴപ്പം? എത്ര ഭംഗിയുള്ളവരാണ് ട്രാൻസ്ജെൻഡേഴ്സ്? സ്വന്തം ഭർത്താവിൻ്റെ മണം അവർക്ക് അദ്ദേഹത്തിൻ്റെ സാമീപ്യമാക്കുവാൻ അവർ ആഗ്രഹിച്ചത് സാധ്യമാക്കിയതിൽ എന്താണ് തെറ്റ്? പരപുരുഷന്റെ ശരീര സുഗന്ധമല്ലല്ലോ, സ്വന്തം ഭർത്താവിൻ്റെ ഗന്ധമല്ലേ അവരെ സമീപമാക്കിയത്? രേണുവിൻ്റെ ശാരീരിക ഭംഗിയെ കളിയാക്കുന്നവരെ ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് അവർക്കുള്ള കുറവ്? സൗന്ദര്യം എന്നത് ഓരോരുത്തരുടെയും മനസ്സിനാണ് വേണ്ടത്. ബാഹ്യ സൗന്ദര്യം എന്നത് ഓരോരുത്തരുടെയും കണ്ണുകൾ കൊണ്ട് കാണുന്നതിലല്ലേ? വളരെ സ്ലിമ്മായ അവരുടെ ഉടലഴകൾ എന്ത് മനോഹരമാണ്! കരിമിഷി എഴുതിയ അവരുടെ കണ്ണുകൾ എത്ര മനോഹരമാണ്!